Watch full episodes on Jio Hotstar. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നേ? താഴത്ത് കടലാണ്. അവന് പോവാൻ പറ്റുമെങ്കിൽ നമുക്കും പോവാൻ പറ്റും. നമ്മൾ ആർക്കും പിന്നിലല്ല പത്ലു. പത്ലു, രക്ഷിക്കൂ! പാരച്യൂട്ട് തുറക്കൂ! പാരച്യൂട്ട് തുറക്കൂ! എന്റെ മോട്ടു, നമ്മുടെ കയ്യിൽ എവിടുന്ന പാരച്യൂട്ട്? ഐഡിയ! ചിങ്കം സാർ, കള്ളൻ രക്ഷപ്പെട്ട് കളഞ്ഞു. പക്ഷേ അവന്റെ നമ്പർ പ്ലേറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് വെച്ച് നമുക്ക് അവനെ കണ്ടുപിടിക്കാം. എന്റെ അമ്മോ, വെറുമൊരു നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് ഞാൻ എങ്ങനെ അന്വേഷിക്കാനാണ്? മിക്കവാറും ഇത്തവണ എന്റെ തൊപ്പി തെറിക്കും. ജോലി പോയതിനു ശേഷം ഞാൻ എന്താ ചെയ്യാ? എന്താണ് ഞാൻ ചെയ്യാ? പറയൂ. എന്റെ അമ്മ, നീ തന്നെ കഴിച്ചോ? എന്റെ അമ്മ, എനിക്ക് ഇഡ്ഡലി ദോശ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഞാനിനി എങ്ങനെ ജീവിക്കും മമ്മി? ചിങ്കം സാറേ, ആ കള്ളൻ വളരെ എക്സ്പേർട്ട് ഡ്രൈവറാണ്. ഇത്രയ്ക്കും എക്സ്പേർട്ടായ ഡ്രൈവർ കാർ റേസിൽ എന്തായാലും പങ്കെടുക്കാൻ വരാതിരിക്കില്ല. ഫുർഫുറി നഗറിൽ കുറച്ചുപേർ കാർ റേസിന് എന്തായാലും വരില്ലേ? ഇവൻ അവരിൽ ഒരാളായിരിക്കും. ഇനി ഒരിക്കലും അവൻ രക്ഷപ്പെടില്ല. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. ഞാൻ എല്ലാ കാർ ഡ്രൈവേഴ്സിനും റൂമിൽ പോയി ചെക്ക് ചെയ്യും. മാത്രമല്ല അവരുടെ കാർ നമ്പറും കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യും. അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങളും എന്നോടൊപ്പം വരൂ. എന്റെ കഴിവ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കൂ ചിങ്കം സാർ, ആ ട്രോഫി തിരിച്ചു കിട്ടിയില്ലെങ്കിൽ കാർ റേസ് തന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വരും. എങ്ങനെയെങ്കിലും ആളുകൾ ഈ കാര്യത്തെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റേസിൽ പങ്കെടുക്കുകയില്ല. ആ ട്രോഫി എന്തായാലും തിരിച്ചു കിട്ടും. സാറ് വിഷമിക്കണ്ടെന്നേ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ഇന്ന് നിങ്ങളുടെ കോൺസ്റ്റബിൾസ് എല്ലാ കാറുകളും എല്ലാ കാർ ഡ്രൈവേഴ്സിന്റെ റൂമുകളും പരിശോധിച്ചു നോക്കി. ഒന്നും കണ്ടെത്താനായില്ല. ഇനിയിപ്പോ കാറിന്റെ നമ്പർ പോലും മാച്ച് ആവാതെ കള്ളനെ എങ്ങനെയാ കണ്ടുപിടിക്കുക? No.
കിട്ടിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. കോൺസ്റ്റബിൾസ് ഈ വണ്ടിയുടെ ഉടമയെ പിടിച്ചിട്ട് വിലങ്ങണിച്ച് ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം. എന്റെ അമ്മേ, ഇയാൾ എന്തൊക്കെയാ ഈ പറയുന്നേ? സർ, വി കനോട്ട് അറസ്റ്റ് യു ദിസ് കാറിന്റെ മുതലാളി എന്ന് വെച്ചാ വി കനോട്ട് അറസ്റ്റ് യു സർ. EAROST ടെസ്റ്റ് അറസ്റ്റ്. നിന്റെ ഇംഗ്ലീഷ് പറയുന്നത് നിർത്ത്. അവന്റെ കയ്യിൽ വിലങ്ങണിച്ച് ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോ. ഇറ്റ്സ് ആൻ ഓർഡർ. അപ്പൊ ഞങ്ങൾക്ക് ഇനി വേറൊന്നും പറയാനോ? സോറി ലാസ്റ്റ് ഓർഡർ ക്യാൻസൽ. എന്നെ വിട്. നിങ്ങളെ എന്താ ഈ കാണിക്കുന്നേ? എന്നെ വിട്, ഞാൻ തോറ്റുപോകും. കള്ളൻ ചേട്ടാ, ആദ്യം ഇത് പറ, ഗോൾഡൻ കാർ മോഷ്ടിച്ചോണ്ട് പോയിട്ട് എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നേന്ന്? എന്ത്? ഗോൾഡൻ കാർ മോഷണം പോയെന്നോ? എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കള്ളൻ ഞാനാണെന്ന്? എനിക്ക് ഗോൾഡൻ കാർ മോഷണം പോയ കാര്യം അറിയുപോലും ഇല്ല. അറിയാമോ? എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഞാൻ കള്ളനാണെന്നുള്ളതിന്? വരൂ, കാണിക്കാം തെളിവ്. തെളിവല്ലേ? ഇതാണ് തെളിവ്. ഈ മാസ്ക് ഇട്ടോണ്ടല്ലേ നീ ഞങ്ങളെയൊക്കെ പൊട്ടനാക്കിയത്? ഇത് എന്തൊക്കെയാ നിങ്ങൾ ഈ കാണിക്കുന്നത്? ആരാണ് ഇതൊക്കെ എന്റെ ഡിക്കിയിൽ കൊണ്ട് ഇട്ടത്? എന്ത്? ഇതൊന്നും നിങ്ങളുടെ അല്ലെന്നോ? അല്ല, ഒരിക്കലും അല്ല. നിങ്ങൾ കാരണം എനിക്ക് ഈ റേസ് ഇനി ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ റേസിൽ പങ്കെടുക്കുന്നത്. ഒരു സമയമുണ്ടായിരുന്നു ആളുകൾ പറയുമായിരുന്നു മാക്മോനൻ റേസിൽ ഉണ്ടെങ്കിൽ മറ്റാർക്കും ജയിക്കാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ എനിക്ക് ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം ഒരുപാട് വർഷം ഞാൻ റേസിൽ പങ്കെടുക്കാതിരുന്നു. അതെ, ഒരു മിനിറ്റ്, എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറഞ്ഞു വരുന്നത് മാക്മോഹൻ നിങ്ങളാണെന്നാണോ? അതെ, ഞാനാണ്. പിന്നെ എനിക്കറിയാം നിങ്ങൾ മോട്ടു പത്ലു ആണെന്നുള്ളത്. ഏതോ ഒരു ഇൻസ്പെക്ടർ ചിങ്ങം നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ വേണ്ടി അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ അതിനെ നിരസിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് പലതവണയായി നിങ്ങളോട് ഞാൻ തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടത്. മനസ്സിലായോ? അപ്പൊ നിങ്ങളാണ് മാക്മോഹൻ എങ്കിൽ മറ്റവൻ ആരാ? കുറച്ചു മുമ്പ് ഞങ്ങളോട് സംസാരിച്ചിട്ട് പോയവൻ. അവൻ എല്ലാ വർഷവും റേസിൽ പങ്കെടുക്കാൻ വരുന്നവനാണ്. പക്ഷെ ഇതുവരെ ജയിച്ചിട്ടേ ഇല്ല. അവന്റെ പേരാണ് ജയ് കിഷൻ, നിക് നെയിം ജാക്കി. എന്താ, എന്തുപറ്റി? ഇപ്പൊ മനസ്സിലായി, കള്ളൻ അവൻ തന്നെയാ. അവൻ നമ്മളെ ഇതുവരെ മണ്ടന്മാരാക്കുകയായിരുന്നു. അവൻ എങ്ങനെയോ മനസ്സിലാക്കിയിരുന്നു ചിങ്കൻ സാർ ഞങ്ങൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടി മാക്മോഹനെ കോണ്ടാക്ട് ചെയ്തെന്ന്. പക്ഷെ മാക്മോഹൻ അത് നിരസിച്ചു. അതുകൊണ്ടാണ് അവൻ സ്വയം മാക്മോഹൻ ചമഞ്ഞു വന്നത്. അതാവുമ്പോ ചിങ്കൻ സാർക്ക് നമുക്കും സംശയം തോന്നില്ലല്ലോ. അവൻ ഞങ്ങളുടെ ഇമോഷൻ വെച്ചാണ് തട്ടിക്കളിച്ചത്. വരൂ പത്ലു, അവനെ പിടിച്ച് നമുക്ക് ജയിലിൽ അടയ്ക്കാം. നിങ്ങൾക്ക് അയാളെ ഒരിക്കലും പിടിക്കാനാവില്ല. അയാൾ വളരെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശരിക്കുള്ള മാക്മോഹൻ സാറേ, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ മോട്ടു പത്ലുവിന്റെ ജോഡിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന്. നിങ്ങൾ റേസിൽ മത്സരിച്ചോളൂ. നിങ്ങൾ തടഞ്ഞതിന് വെരി സോറി. ഞങ്ങൾ പോവാണ് അവനെ പിടിക്കാൻ. ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്.
2 മണിക്കൂർ മാത്രമേ ഉള്ളൂ, വെറും 2 മണിക്കൂർ. ഓ, അപ്പൊ നിങ്ങൾക്ക് എന്റെ സ്വയരൂപം മനസ്സിലായി. ഒരു കുഴപ്പവുമില്ല. 2 മണിക്കൂർ ഇനിയുമുണ്ടല്ലോ. വന്നോ, പിടിച്ചോ. മോട്ടു പാരച്യൂട്ട് ഓപ്പൺ ചെയ്യ്. മോട്ടു പാരച്യൂട്ട് ഓപ്പൺ ചെയ്യ്. സമയമായിട്ടില്ല. അവനും ഇതുവരെ പാരഷൂട്ട് തുറന്നിട്ടില്ല. അവൻ തുറക്കാതിരിക്കുന്നത് വരെ ഞാനും തുറക്കില്ല പത്ലു. വെറും അരമണിക്കൂർ മാത്രം ബാക്കി. കമാൺ. ചിങ്കം സാറേ, ഇതാണ് യഥാർത്ഥ കള്ളൻ, ഡ്യൂപ്ലിക്കേറ്റ് മാക് മോഹൻ. എന്റെ അമ്മോ, ഇതൊരു വലിയ ചതിയായല്ലോ. അവൻ ഫിനിഷിംഗ് ലൈൻ ടച്ച് ചെയ്യാൻ പാടില്ല.
മോട്ടോ പത്ലോ 36 മണിക്കൂർ കഴിയാനായിരിക്കുന്നു. റേസ് അവസാനിക്കാൻ വെറും 10 മിനിറ്റ് മാത്രം ബാക്കി. നിങ്ങളുടെ കൺവെട്ടത്ത് നിന്നും ഒരുപാട് ദൂരം പോകും. നിന്നെ പോലത്തെ ഒരു കുറ്റവാളിയെ പിടിക്കാൻ 10 മിനിറ്റ് തന്നെ ധാരാളമാണ്. മോട്ടു ഫിനിഷിംഗ് ലൈൻ ഇതേ എത്തിക്കഴിഞ്ഞു. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. കള്ളൻ ചേട്ടാ, കാർ മോഷ്ടിച്ച് ഞങ്ങളെ പറ്റിച്ചത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ എമോഷൻ വെച്ച് കളിച്ചില്ലേ, അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ പറ്റില്ല. നിന്നെ വെറുതെ വിടില്ലടാ. ഇന്നത്തോടെ നിന്റെ കളിയും തീരും, കഥയും കഴിയും. മോട്ടു വാ. നമുക്ക് നോക്കാം ആരുടെ കളിയാണ് അവസാനിക്കുന്നതെന്ന്, ആരുടെയാണ് തുടങ്ങുന്നതെന്നും. രക്ഷിക്കണേ, രക്ഷിക്കണേ. ശരിക്കുള്ള മാക്മോഹൻ സാറേ, ചെന്ന് റേസിൽ ജയിക്ക്. എന്നിട്ട് നിങ്ങളുടെ സ്വപ്നം സഫലമാക്കൂ. കള്ളൻ പിടിയിലായി കഴിഞ്ഞു, പിന്നെ ട്രോഫിയും തിരിച്ചു കിട്ടിയിരിക്കുന്നു. താങ്ക് യു മോട്ടു പത്ലു. Hey, the name is Chingam. Inspector Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. കൂട്ടുകാരെ, ഞാനിപ്പോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഗോൾഡൻ കാർ ഫുർഫുറി നഗരിൽ നിന്നും മോഷണം പോയിരുന്നു. അപ്പോഴാണ് മോട്ടു പത്ലു എന്നോട് പറഞ്ഞത് അവർ 36 മണിക്കൂറിനുള്ളിൽ കള്ളനെ പിടിച്ചിരിക്കുമെന്ന്. അവരെന്താണോ പറഞ്ഞത് അത് ചെയ്ത് കാണിച്ചിരിക്കുന്നു. 3 cheers to മോട്ടു പത്ലു. ഈ കാർ റേസിൽ മിസ്റ്റർ മാക് മോഹനാണ് വിജയിച്ചിരിക്കുന്നത്. ഇപ്പോ ഞാൻ മോട്ടു പത്ലുവിനെ ക്ഷണിക്കുകയാണ്. അവരുടെ കൈകൊണ്ട് ഈ ട്രോഫി മാക് മോഹൻ സാറിന്റെ കയ്യിൽ കൊടുക്കാം. Watch India's largest kids library only on Jio Hotstar.
Download the app now.